പൂർണ്ണമായ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയ ഒരു മഹാനായ വലിയുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നു മാറി നിന്നുകൊണ്ട് ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, പുണ്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം നേടാൻ വേണ്ടി കടന്നുപോയ ഈമാൻ തുളുമ്പുന്ന ഒരു പ്രിയപ്പെട്ട സൂഫിയായ, യോഗ്യനായ, ആബിദായ, ആലിമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആരും ഇന്ന് വരെ കടന്നു ചെന്നിട്ടില്ലാത്ത വിധം അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിലേക്ക് എത്തുക എന്നതായിരുന്നു. അങ്ങനെ ആ പ്രിയപ്പെട്ട മനുഷ്യൻ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളെ കുറേശ്ശെ ഒഴിവാക്കി അവരെല്ലാം എന്റെ ഇബാദത്തിന് തടസ്സമാണ്, എന്റെ സർവ്വ ബന്ധങ്ങളും ഞാൻ ഒഴിവാക്കുന്നു, അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തവും തൃപ്തിയും നേടി അവന്റെ ലിഖാഇന് വേണ്ടി എന്ന് തീരുമാനിച്ച് ആ പ്രിയപ്പെട്ട സൂഫിയായ മനുഷ്യൻ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. മനുഷ്യരിൽ നിന്ന് അകന്ന് മരുഭൂമിയുടെ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു ടെന്റ് കെട്ടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇബാദത്ത് ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ, 9.5 മാസത്തോളം തന്റെ വയറ്റിൽ ചുമന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ മകന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ആ മകനെ വിളിക്കുമ്പോ ആ മകൻ നമസ്കാരത്തിലായിരുന്നു, ആ മകൻ ഇബാദത്തിലായിരുന്നു. സുന്നത്ത് നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊന്നുമകനെ സ്വന്തം ഒരാവശ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ വിളിക്കുമ്പോ ആ മകൻ ഉമ്മാക്ക് മറുപടി കൊടുക്കുന്നില്ല. ആ മകന്റെ മനസ്സിന്റെ അകത്ത് ആശങ്കകളായി. ഉമ്മയെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന പടച്ചതമ്പുരാന് ഞാനിപ്പോ നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ നമസ്കാരത്തെ മുറിച്ചിട്ട് എന്റെ ഉമ്മാക്ക് മറുപടി കൊടുക്കണമോ, അതല്ല ഈ സുന്നത്ത് നിസ്കാരം പൂർത്തീകരിക്കണമോ? മനസ്സിൽ ആശങ്കയുണ്ട്. കുലുക്കി നോക്കിയിട്ട് അവസാനം തീരുമാനമെടുത്തത് ഇബാദത്ത് പൂർത്തീകരിക്കുക, അതിനുശേഷം ഉമ്മാക്ക് മറുപടി കൊടുക്കുക. പക്ഷേ ആദ്യമായിട്ട് ഉമ്മ വന്നു മകനെ വിളിച്ചപ്പോൾ മകൻ മറുപടി കൊടുക്കാത്തത് കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സിന്റെ അകത്ത് ഒരു വേദനയുണ്ടായി, ഒരു നീറ്റലുണ്ടായി, ഒരു സങ്കടമുണ്ടായി. ആ പ്രിയപ്പെട്ട ഉമ്മ വേദനയോടെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. കാലം ഒരുപാട് കഴിഞ്ഞുപോയി. ഈ പ്രിയപ്പെട്ട സൂഫിയായ മനുഷ്യൻ ആഗ്രഹിച്ചതുപോലെ ഉന്നതമായ പദവിയിലേക്ക്, സ്ഥാനത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്തിക്കുകയാണ്. മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേകിച്ച് ടെന്റ് കെട്ടിയിട്ട് ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വെളുത്തു തുടുത്ത് അതീവ സുന്ദരിയായ ഒരു പെണ്ണ് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ സോലിഹായ മനുഷ്യന്റെ സുന്ദര പൂമുഖം കണ്ടപ്പോ ആ പ്രിയപ്പെട്ട പെണ്ണ് പരിസരം മുഴുവനും വീക്ഷിക്കുകയാണ്. ഇല്ല, ഒരാൾ പോലും കാണാനില്ല, ഒരാൾ പോലും പരിശോധിക്കാനില്ല, ഒരാൾ പോലും കുറ്റപ്പെടുത്താനില്ല, ഒരാൾ പോലും പരിഹസിക്കാനില്ല. ഈ പ്രിയപ്പെട്ട സുന്ദരനായ യുവാവിനെ എന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി, എന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ക്ഷണിച്ചാൽ ആരും ഇവിടെ അറിയുകയില്ല. എന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് ക്ഷണിച്ചാൽ ഏതു യുവാവും വലയിൽ വീടുമെന്നുറപ്പിച്ച് ഈ പ്രിയപ്പെട്ട സുന്ദരിയായ പെണ്ണ് വന്യവയോധികനായ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഈ പ്രിയപ്പെട്ട സോലിഹായ മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. താൻ ഈ വനാന്തരത്ത് കഴിയുമ്പോ കടന്നു വരുന്ന വന്യജീവികളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി കയ്യിൽ വെച്ചിരിക്കുന്ന മൂർച്ചയേറിയ വാളു പുറത്തേക്ക് എടുത്തിട്ട് ആ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, നിന്നെ പോലുള്ള പിശാചുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വാള് കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്റെ ഈ കണ്ണുകൊണ്ട് ഒരിക്കലും ഞാൻ ഹറാമ കാണില്ല, എന്റെ ഈ കാതുകൊണ്ട് ഒരിക്കലും ഞാൻ ഹറാമ കേൾക്കില്ല. ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിലേക്ക് പോകുന്ന എന്നെ വലയിൽ വീഴ്ത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട സഹോദരൻ ആ നശിച്ച പെണ്ണിനെ ആ ടെന്റിൽ നിന്ന് ആട്ടിയോടിക്കുകയുണ്ടായി. പെണ്ണല്ലേ, പെണ്ണിന്റെ മനസ്സിൽ പക വന്നാൽ, പെണ്ണിന്റെ മനസ്സിൽ വെറുപ്പ് വന്നാൽ, പെണ്ണിന്റെ മനസ്സിൽ വിദ്വേഷം വന്നാൽ, പെണ്ണിന്റെ മനസ്സിൽ അകത്ത് വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടാൽ ആ പ്രിയപ്പെട്ട സോലിഹായ മനുഷ്യനെ ആ പെണ്ണ് ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ആട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഈ പ്രിയപ്പെട്ട പെണ്ണ് ഗർഭം ധരിക്കുകയാണ്. പ്രസവിക്കുമ്പോ ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെയും കയ്യിലെടുത്തു വെച്ച് മലമുകളിൽ നിന്ന് താഴേക്ക് ആ പ്രിയപ്പെട്ട പെണ്ണ് ഇറങ്ങി വരുമ്പോ അന്ന് ഈ പ്രിയപ്പെട്ട മനുഷ്യൻ ഏറ്റവും വലിയായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നെത്തി കഴിഞ്ഞു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന പദവിയിലേക്ക്, പവറിലേക്ക് ആ മനുഷ്യനെത്തി. മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പെണ്ണ്, സുന്ദരിയായ പെണ്ണ്, തന്റെ കയ്യിലിരിക്കുന്ന ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ ജനങ്ങളുടെ മുമ്പ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ പിതാവ് നിങ്ങൾ വലിയെന്ന് പറയുന്ന കള്ള ഷെയ്ഖാണ്, ഈ കുഞ്ഞിന്റെ വാപ്പ അയാളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ കള്ളന്റെ, ആ കപടന്റെ മുമ്പിലേക്ക് ഇനി നിങ്ങൾ കടന്നു പോകരുത് എന്ന് പറഞ്ഞ് ആ പെണ്ണ് നാട് മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ
എല്ലാ ജനങ്ങളും പിന്തിരിയുകയാണ്. ജനങ്ങൾ അങ്ങനെയാണ്. ചെറിയ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ ജനങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. എല്ലാവരും പിന്തിരിഞ്ഞു. കല്ലും കവണയും അടിയും ഇടിയുമായി ആ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഈ സോലിഹായ ആരിഫായ മനുഷ്യന്റെ ടെന്റ് വളഞ്ഞു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നീ കള്ളനാണ്. സുന്ദരിയായ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചിട്ട് ആ പെണ്ണ് പ്രസവിച്ച കുഞ്ഞുമായി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് സത്യം പറയടാ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഏറ് കൊടുത്തപ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനുമുള്ള ഒരു അവസരം നിങ്ങൾ തരിക, എന്നിട്ട് നിങ്ങൾ എന്നെ എറിഞ്ഞു കൊല്ലുക. എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു. 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന പ്രിയപ്പെട്ട സഹോദരൻ തന്റെ കരമുയർത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നാഥാ, ഇന്നുവരെ നിനക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തമ്പുരാനെ. എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു ഹറാമ കണ്ടിട്ടില്ല, എന്റെ കാതുകൊണ്ട് ഞാനൊരു ഹറാമ കേട്ടിട്ടില്ല, എന്റെ കയ്യോ കാലോ കൊണ്ട് ഒരാളെ പോലും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണിന്റെ പരീക്ഷണം എനിക്ക് നീ തന്നറിയില്ല. അതുകൊണ്ട് ചോരയുടെ മണം മാറാത്ത പ്രിയപ്പെട്ട കുഞ്ഞിനോട് നിന്റെ പിതാവ് ഞാനാണോ എന്ന് ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഞാൻ ഇത്രയും കാലം ചെയ്ത ഇബാദത്തിനെ പരിഗണിച്ച്, ഞാൻ ഇത്രയും കാലം ചെയ്ത സൽക്കർമ്മങ്ങളെ പരിഗണിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് നീ ഒന്ന് സംസാരിപ്പിക്കണേ അല്ലാ എന്ന് ആ മഹാനായ വലിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും പുച്ഛിച്ചു തള്ളുകയാണ്. എല്ലാവരും കളിയാക്കി ചിരിച്ചു പുച്ഛിച്ചു തള്ളുകയാണ്. എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട മനുഷ്യന് ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുക? എല്ലാവരും കളിയാക്കി. പക്ഷേ സോലിഹായ ആബിദായ മനുഷ്യൻ കടന്നു വന്ന് ഈ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സാക്ഷിയാക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ നിന്റെ പിതാവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു പറയുന്നു, നിങ്ങൾ എന്റെ പിതാവല്ല. എന്റെ പിതാവ് ഈ മലമുകളിൽ താമസിക്കുന്ന ആട്ടിടയനാണ്. എന്റെ പിതാവ് ഈ മലമുകളിൽ താമസിക്കുന്ന ആട്ടിടയനാണ്. നിങ്ങൾ എന്റെ പിതാവല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതത്തോടുകൂടി, എല്ലാവരും അതിശയത്തോടുകൂടി നോക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട സഹോദരന് ഈ കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിഞ്ഞത്? ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ, സൽക്കർമ്മത്തിലൂടെ അർഹമറഹീമായ പടച്ചതമ്പുരാന്റെ ഏറ്റവും വലിയ പൊരുത്തം നേടിയ, ഏറ്റവും വലിയ തൃപ്തി നേടിയ ഈ മഹാനായ മനുഷ്യൻ ഒരു ചെറിയ ആളല്ല. അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം കിട്ടുന്ന ഒരു വലിയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ഞങ്ങൾ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് പൊരുത്തം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള മഹാനായ വലിയ ആ പെണ്ണിനെ ജനങ്ങൾ കുറ്റപ്പെടുത്തി ആട്ടിയോടിച്ചു. ഇത്രയും വലിയ ഒരു മനുഷ്യനെയാണല്ലോ ഞങ്ങൾ കുറ്റപ്പെടുത്തിയതെന്ന് ചിന്തിച്ച് എല്ലാവരും മനസ്താപത്തോടുകൂടി പിരിഞ്ഞുപോയി. പക്ഷേ ഈ പ്രിയപ്പെട്ട സോലിഹായ ആരിഫായ മനുഷ്യന് ഉറക്കം വന്നില്ല. അന്ന് രാവും പകലും ആ പ്രിയപ്പെട്ട സഹോദരൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അല്ലാഹുവേ, പടച്ചവനെ, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചതെന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ അറിയില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പരീക്ഷിച്ചതെന്ന് ആ പ്രിയപ്പെട്ട സഹോദരന് മനസ്സിലായില്ല. അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അർഹമറഹീമായ പടച്ചവനെ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചതല്ലാ? ഒരു തെറ്റ് പോലും ചെയ്യാതെ, ഒരു പാപക്കറകൾ പോലും വിരളാതെ പരിശുദ്ധമായ ജീവിതവും നയിച്ചുകൊണ്ട് കടന്നു വരുന്ന എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്തിനാണ് അല്ലാ? ആ പ്രിയപ്പെട്ട സഹോദരന്റെ ചിന്തക്ക് മറുപടി കൊടുത്തുകൊണ്ടല്ല അറിയിച്ചു കൊടുത്തരെന്തെന്നറിയോ? എത്രയോ നാളുകൾക്ക് മുമ്പ് താൻ നമസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നപ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ്, തന്റെ പ്രിയപ്പെട്ട ഉമ്മ പുറകിൽ നിന്ന് വിളിച്ചല്ലോ. ആ പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചപ്പോ ആ ഉമ്മാക്ക് മറുപടി കൊടുക്കാത്തത് കൊണ്ട് ഉമ്മയുടെ പ്രിയപ്പെട്ട മനസ്സൊന്ന് വേദനിച്ചല്ലോ. ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോ ആ പ്രിയപ്പെട്ട മാതാവിന്റെ മനസ്സിന്റെ സങ്കടത്തിന് പകരമായി, ആ പ്രിയപ്പെട്ട മാതാവിന്റെ നൊമ്പരത്തിന് പകരമായി, ആ പ്രിയപ്പെട്ട മാതാവിന്റെ മനോമുഖരത്തിൽ വന്ന് വീണ കനൽക്കട്ടകൾക്ക് പകരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സോലിഹാര മനുഷ്യന് കൊടുത്ത ഒരു പരീക്ഷണമാണ് നിങ്ങൾ കണ്ടതെന്ന് ആ സൂഫിയാര മനുഷ്യന് ബോധ്യമായപ്പോ സുബ്ഹാനല്ലാഹ്
ലോകത്ത് ആരിഫായാലും ആബിദായാലും ആലിമായാലും എത്ര പ്രാവശ്യം ഹജ്ജിന് പോയവനാണെങ്കിലും എത്ര പാവപ്പെട്ട യതീമീങ്ങളെ കല്യാണം നടത്തിയവനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയാൽ, മാതാപിതാക്കളുടെ മനസ്സിന്റെ കത്ത് സങ്കടത്തിന്റെ കനൽക്കട്ട കോരിയിട്ട് കൊടുത്താൽ, ഒരു മാതാവിനെ കരയിപ്പിച്ചാൽ, ഒരു പിതാവിനെ സങ്കടപ്പെടുത്തിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ഏറ്റവും വലിയ പരീക്ഷണം ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ കൊടുക്കുമെന്ന് ഈ ചരിത്രത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിച്ചുകൊള്ളുക. അതാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് തുറന്നിരിക്കുന്ന സ്വർഗത്തിന്റെ 2 കവാടങ്ങളുണ്ട്. എന്റെ കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സ്വർഗത്തിന്റെ 2 കവാടങ്ങളുണ്ട്. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് സ്വർഗത്തിന്റെ 2 കവാടങ്ങളുണ്ട്. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര സൽക്കർമ്മം നടത്തിയാലും, എന്തുമാത്രം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞാലും, എത്രയോ ആയിരക്കണക്കിന് നാണയത്തുട്ടുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു പോയാൽ, 100 കണക്കിന് പള്ളികൾ നിങ്ങൾ വെച്ചു കൊടുത്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന, സ്വർഗത്തിന്റെ 2 കവാടങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തുണ്ട്. അതിലൊന്ന് ഉമ്മയാണ്, മറ്റൊന്ന് വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഏത് നാട്ടിലാണ് ഞാൻ പറയുന്നതെന്ന ബോധം എനിക്കുണ്ട്. ഇത് ഏത് ജില്ലയിലാണ് ഞാൻ പറയുന്നതെന്ന ബോധം എനിക്കുണ്ട്. 18 വയസ്സ് വരെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നയായ മാതാവിനെ, ആ മാതാവിനെ ധിക്കരിച്ചുകൊണ്ട് ഇന്നലെ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട കാമുകന്റെ കൂടെ ഇറങ്ങി ഓടുന്ന ഈമാനില്ലാത്ത പെൺകുട്ടികൾ നമുക്കിടയിലുണ്ടെന്ന വിശ്വാസത്തോടു കൂടിയാ പറയുന്നത്. എന്റെ പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാതാവിന്റെ മനസ്സിൽ സങ്കടത്തിന്റെ നീറ്റലുണ്ടാകയിട്ട് ലോകത്തെവിടെ പോയാലും അല്ലാഹു നിനക്ക് വിജയം തരില്ല. നിന്നെ വേദനയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന പിതാവ്, നിന്റെ കൈവെള്ള പിടിച്ചുകൊണ്ട് നിന്നെ നടത്താൻ പഠിപ്പിച്ച പിതാവ്, നിനക്ക് ഭക്ഷണം തന്ന പ്രിയപ്പെട്ട പിതാവ്, ആ പ്രിയപ്പെട്ട പിതാവിന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തിയാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വർഗത്തിന്റെ കവാടം നിന്റെ ഉമ്മയും വാപ്പയുമാണ്. എത്ര വളർന്നാലും, എത്ര ഉയർന്നാലും, എത്ര സ്ഥാനം നേടിയാലും, എത്ര സമ്പാദിച്ചാലും, എത്ര പുരോഗതിയുടെ പടവുകൾ ഒരു കിളിയെ പോലെ പറന്നകന്നു പോയാലും, മാതാപിതാക്കളുടെ മനസ്സിൽ സങ്കടപ്പെടുത്തിയാൽ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഇതൊരു ആണിനോടുള്ള പ്രഖ്യാപനമല്ല, ഇതൊരു പെണ്ണിനോട് മാത്രമുള്ള പ്രഖ്യാപനമല്ല, ഈ ഉമ്മത്തിന് മുഴുവനായിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന പ്രഖ്യാപനമാണ്. ഇന്ന് മക്കളെ പ്രസവിച്ചിട്ട് നോക്കാൻ മക്കളില്ലാതെ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് വിഷമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വൃദ്ധസദനത്തിന്റെ അകത്ത് കഴിഞ്ഞുകൂടുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഒരു വൃദ്ധസദനം ഞാൻ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അല്ലാഹുവേ, 10-40ഓളം വരുന്ന ഉമ്മമാരതിന്റെ അകത്ത് കഴിയുന്നുണ്ട്. 10-40ഓളം വരുന്ന ഉമ്മമാര് കഴിയുന്നുണ്ട്. ആ 40 ഉമ്മമാരിൽ 12 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്. 12 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്. അവരെ ഇന്ന് നോക്കുന്നത് വൃദ്ധസദനത്തിന്റെ സ്റ്റാഫാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരെ കാലൊന്ന് വേദനിച്ചാൽ ആ കാലൊന്ന് തടവി കൊടുക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് വേണ്ടി ഖിദ്മത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച പെൺകുട്ടികളാണെങ്കിൽ എന്തരിഞ്ഞാലും വന്ന് പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഹദിയായെന്ന് പേരിട്ടിരിക്കുന്ന ഈ മനോഹരമായ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ മഴ തേടുന്ന വേഴാമ്പുകളെ പോലെ ആവേശത്തോടെ പഠിച്ചുകൂടിയ ഈ ജനസാഗരത്തിനോട് പറയുകയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ ഹദിയായി കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഹദിയായി നമ്മുടെ ജീവിതം അങ്ങോട്ട് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എങ്കിലും നമുക്ക് സ്വർഗ്ഗം കിട്ടൂ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ അബൂദാബിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. ഉമ്മയെയും ഉപ്പയും വല്ലാതെ സ്നേഹിക്കുന്നു. അവർ നാട്ടിൽ വന്ന് പള്ളി വെച്ചു കൊടുക്കുമ്പോൾ ഉമ്മയുടെ പേരെഴുതണം എന്ന് വാശി പിടിക്കുന്നത് ഉമ്മയോടുള്ള മഹബത്ത് കൊണ്ടാണ്.
വാപ്പയോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഉമ്മയുടെ മുഖവും ഉമ്മയുടെ മനസ്സും ഉമ്മയുടെ രൂപവും നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് എല്ലാവരും. ഞാൻ എൻ്റെ ഉമ്മയുടെ മനസ്സ് കൊണ്ടുവരികയാണ്. ഞാനിപ്പോ കുറെ 3-4 ദിവസം നാട്ടിലായിരുന്നു പ്രോഗ്രാം. അത് കഴിഞ്ഞിപ്പോ ഇവിടേക്ക് വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ യാത്ര ചോദിച്ചു ദ്വാരം നിങ്ങളോട് പറഞ്ഞു വിടുമ്പോ ആ ഉമ്മയുടെ വീടിന്റെ മുമ്പിലിരുന്ന ഉമ്മയുടെ മുഖം എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരികയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാ സഹോദരങ്ങളും ഇതൊരു പ്രസംഗം കേൾക്കുന്ന പോലെ ആവരുത്. നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളുടെ ഉമ്മയെ, മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ എൻ്റെ ഉമ്മയുടെ മുഖം കൊണ്ടുവന്നു. എല്ലാവരും കൊണ്ടുവന്നില്ലേ? അല്ലാഹു തആല ആ ഒരു കൊണ്ടുവരൽ തന്നെ നമ്മുടെ ഉമ്മയുടെ പൊരുത്തത്തിനൊരു വലിയ കാര്യം. ഇത്രയും വലിയ സദസ്സിൽ നമ്മളെ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ ഒന്ന് ഓർക്കാൻ കഴിയുന്നത് തന്നെ വലിയ തൗഫീഖാണ്. എല്ലാവരും അവരുടെ ഉമ്മയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മുടെ ഉമ്മാക്ക് വലിയ സൗന്ദര്യവും ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും കല്യാണത്തിന്റെ സമയത്ത് നമ്മുടെ ഉമ്മ എത്ര സുന്ദരിയായിരുന്നിരിക്കണം. നമ്മുടെ ഉമ്മയെ കല്യാണം കഴിക്കുന്ന ആദ്യ സമയത്ത് നമ്മുടെ ഉമ്മയുടെ സൗന്ദര്യം എത്രയായിരിക്കണം. ആ ഉമ്മയുടെ കണ്ണുകൾ ഇന്ന് കുഴിയിൽ വീണു പോകാൻ കാരണമെന്തേ? ആ പ്രിയപ്പെട്ട ഉമ്മയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണമെന്തേ? അല്ലാഹുവേ, മക്കളാകുന്ന നമുക്ക് വേണ്ടി ജീവിച്ച് വാർദ്ധക്യത്തിന്റെ പടുങ്കുഴിയിൽ വീണതുകൊണ്ടല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉദരത്തിനകത്ത് ആദ്യമായി ഒരു കുഞ്ഞിന്റെ ചലനമുണ്ടാകുന്ന ദിവസത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പോയിട്ട് ആ ഉമ്മ പറയുകയാണ്, ഞാനൊരു ഉമ്മയാകാൻ പോവുകയാണ്. കൈ ഇങ്ങനെ വയറ്റിലേക്ക് വെച്ചിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, അൽഹംദുലില്ലാഹ്. അന്ന് എം.പി. അഷ്റഫ് സാഹിബ് പറഞ്ഞിട്ടില്ല, നൗഷാദ് ബാഖവി പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ഉമ്മയുടെ ഉദരത്തിനകത്ത് വന്ന് വീണതേ ഉള്ളൂ, ചെറിയ തുള്ളികളായി വന്ന് വീണതേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അന്ന് തന്നെ നമ്മുടെ ഉമ്മ കൈകൊണ്ട് വയറ്റിലേക്ക് വെച്ചിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു കേടുകൂടാതെ, ഒരു പ്രയാസം കൂടാതെ എന്റെ തങ്കക്കുടത്തിന് പുറത്തു കൊണ്ട് വരണേ അല്ലാഹ്. ഓരോ മാസവും ഉമ്മയുടെ വയറിങ്ങനെ വളരുകയാണ്. പഴയതുപോലെ ഉമ്മാക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. എപ്പോഴും നമ്മളോടുള്ള ശ്രദ്ധയാണ്, എന്റെ കുഞ്ഞല്ലേ എന്റെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ്. അല്ലാഹുവേ, ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, ഉറങ്ങുന്നത് നമുക്ക് വേണ്ടിയാണ്, വിശ്രമിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. വയറ് വലുതാകുമ്പോൾ ഒരു 8.5 മാസം 9 മാസമൊക്കെ ആകുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉമ്മ എന്തുമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. കുഞ്ഞു വയറ്റിന്റെ അകത്ത് നിറഞ്ഞു കിടക്കുന്ന ഗർഭാശയത്തിലെ വെള്ളത്തിനകത്ത് കുഞ്ഞു കിടന്ന് കൈകാലിട്ടടിക്കുമ്പോ അല്ലാഹുവേ, പ്രസവത്തിന് സമയമാവുകയാണ്. ലേബർ റൂമിന്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കടത്തി കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ അന്ന് പഴയ കാലത്ത് പ്രസവിക്കുന്നത് വീട്ടിലാണെങ്കിൽ ആ റൂമിന്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കയറ്റുകയാണ്. അല്ലാഹുവേ, കുറച്ചു കഴിയുമ്പോ ഒരു നിലവിളിയാണ്, കുറച്ചു കഴിയുമ്പോ ഒരു നിലവിളിയാണ്. ഇന്ന് വരെ ഒരു പെണ്ണും അതുപോലെ നിലവിളിച്ചിട്ടില്ല. അത്രത്തോളം തന്റെ വായ തുറന്നിട്ട് ആ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവേ, ഞാനും നിങ്ങളും പുറത്തേക്ക് വരികയാണ്. പുറത്തു വന്ന എന്നെയും നിങ്ങളെയും ഉമ്മ കാണുമ്പോ തന്നെ ഉമ്മാടെ വേദന മാറുകയാണ്. 1000 ഞരമ്പുകളെ ഒരുമിച്ച് അറുത്തു മാറ്റുന്ന വേദനയാണ് പ്രസവത്തിനുള്ളത്. പുറത്തു വന്ന ഞങ്ങളെ കാണുമ്പോ ആ വേദന നമുക്ക് വേണ്ടി ഉമ്മ മറക്കുകയാണ്. നമ്മ വാരിയെടുത്ത് 2 കവിളത്ത് മുത്തം തരികയാണ്. അല്ലാഹുവേ, തൊണ്ട വരണ്ടുണങ്ങി പൊട്ടിക്കരയുന്ന നമ്മുടെ ചുണ്ടുകളകത്തിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാരിടത്തിലെ പനിനീരിനേക്കാൾ മധുരമുള്ള ആ മാരിടത്തിലെ അമ്മിഞ്ഞപ്പാല് നമ്മുടെ തൊണ്ടയിലേക്ക് തരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പിന്നെ നമ്മളെ ഉമ്മയല്ലേ വളർത്തുന്നത്? ഉമ്മ എന്നാണ് നമ്മൾ ആദ്യം വിളിച്ചത്. ചെറുപ്പക്കാരാ, ഇന്ന് നിനക്ക് ഉമ്മയെ വേണ്ട, ഇന്ന് നിനക്ക് വാപ്പയെ വേണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കുഞ്ഞ് സംസാരിച്ചത് ഉമ്മയെന്നാണ്. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ വിളിച്ചത് ഉമ്മയെന്നാണ്. ആ കരയുമ്പോഴുമ്മ, ഉറക്കാ പോകുമ്പോഴുമ്മ, ഉണരുമ്പോഴുമ്മ, വിശക്കുമ്പോഴുമ്മ, പേടിക്കുമ്പോഴുമ്മ, എപ്പോഴും ഉമ്മ 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 എന്ന ഒരു വിളി മാത്രമാണ് എന്റെ സഹോദരാ നമുക്കറിയുന്നത്.
നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ഭക്ഷണം തരികയാണ്, നമുക്ക് പാല് തരികയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മ ഓടി വന്നിട്ട് നമ്മെ വാരിയെടുക്കുകയാണ്. നമ്മുടെ കരച്ചിൽ കേട്ടാൽ എവിടെയാണെങ്കിലും ആ പ്രിയപ്പെട്ട ഉമ്മ കയ്യിൽ എന്തുണ്ടെങ്കിലും അതെല്ലാം കളഞ്ഞിട്ട് ഓടി വരികയാ. ആ പ്രിയപ്പെട്ട ഉമ്മയെ ഇന്നെവിടെ എന്റെ അരിഞ്ഞാല് വന്ന ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ ഇന്ന് കിടക്കുന്നതെവിടെയാ? നീ കണ്ടിട്ട് എത്ര നാളായി ചെറുപ്പക്കാരാ? നിന്റെ സഹധർമ്മിണിയുമൊത്ത് ബേക്കൽ കോട്ടയിൽ കറങ്ങി നടക്കുമ്പോ, നിന്റെ സഹധർമ്മിണിയുമൊത്ത് കാസർഗോഡ് മംഗലാപുരം ബീച്ചില് ഒട്ടകത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോ, നിന്റെ സഹധർമ്മിയുമൊത്ത് ഷാജഹാൻ മുംതാസിന് സമർപ്പിച്ചു പോയ പ്രണയ കുടീരമാകുന്ന താജ്മഹലിന്റെ മുമ്പ് പോയി സെൽഫി എടുക്കുമ്പോ, നിന്റെ പ്രിയപ്പെട്ടവളെയും മക്കളെയും കൊണ്ട് ബുർജ് ഖലീഫയിൽ പോയി ഉല്ലസിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ ഈ പറഞ്ഞ നിന്റെ ഉമ്മ എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞ നിന്റെ മാതാവ് എവിടെയാണ്? ഒന്നാലോചിച്ചു നോക്ക് പെങ്ങളെ. ഒരു പെൺകുട്ടിയാണ് പിറന്നു വീണെന്നറിഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് എന്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ അല്ലാ, എന്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ അല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് ജീവിച്ച ഉമ്മ എവിടെയാണ്? ഇവിടെ നമ്മുടെ ഉമ്മ. ആലോചിച്ചൊക്കെ, ഇന്ന് എത്ര ദിവസമായി നമ്മുടെ ഉമ്മയെ നമ്മളൊന്ന് കണ്ടിട്ട്. ഇനി മരിച്ചുപോയവരാണെങ്കിൽ എത്ര നാളായി ഒരു ഫാത്തിഹ, ആകെ പ്രതീക്ഷ നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ ഉമ്മാക്ക്. ആരെന്നെ മറന്നാലും എന്റെ മോൻ എന്നെ മറക്കൂല, എന്റെ മോൾ എന്നെ മറക്കൂല, ഞാൻ അവൾക്ക് അതൊക്കെ കൊടുത്തവളാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ ഖബറിന്റെ അകത്ത് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി? ഉമ്മ എവിടെ ഇരിക്കട്ടെ, വാപ്പയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. വാപ്പയെ കുറിച്ച് എന്റെ ഉപ്പയുടെ മുഖം. പരിശുദ്ധ റമദാൻ 17-ാം രാവ് വെള്ളിയാഴ്ച പ്രഭാതം 9 മണിക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട ഉപ്പയെ ഞാൻ ചിന്തിക്കുന്നു. എം പി മൂസ സാഹിബ് എന്ന നിങ്ങളുടെ മനോമുഖരത്തിനകത്ത് സ്നേഹത്തിന്റെ 1000 താജ്മഹൽ ഒരുമിച്ച് പണിഞ്ഞ എം പി അഷ്റഫ് സാഹിബിന്റെ ഉപ്പയെ അദ്ദേഹം ചിന്തിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ബഷീർ സാഹിബിന്റെ ഉപ്പയെ അദ്ദേഹം പിന്നെ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ബഷീർ ഡാട്ട് അദ്ദേഹത്തിന്റെ ഉപ്പയെ ചിന്തിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. നടക്കൂലേ? അൽഹംദുലില്ലാ. അപ്പോ പ്രിയപ്പെട്ട ഉപ്പയെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഉപ്പയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്റെ ഉപ്പയെ കുറിച്ച് ആലോചിക്കുകയാണ്. ഒരുപാട് ഇബാദത്തുകളൊന്നും ചെയ്യാൻ എന്റെ ഉപ്പാക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവസാനം മരിക്കുമ്പോൾ നല്ല ഒരു ആബിദായ മനുഷ്യനേക്കാൾ ഈമാന്റെ പ്രഭയുള്ള മുഖത്തോടു കൂടി മരണപ്പെട്ടു. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട ഉപ്പ, ഭാര്യയാകുന്ന നമ്മുടെ ഉമ്മ ഗർഭവതിയാണെന്നറിയുമ്പോ ആദ്യമായി പറയുന്നു അൽഹംദുലില്ലാ. എന്നിട്ട് കടയിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഉമ്മാക്ക് ഉമ്മ പറയുന്നു എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോ വാപ്പ പറയുകയാണ് ഇത് നിനക്കുള്ളതല്ല, ഇത് നിനക്കുള്ളതല്ല, എന്റെ പൊന്നുമോനുള്ളതാണ്, പൊന്നുമോൾക്കുള്ളതാണ്. പ്രിയപ്പെട്ട ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഉമ്മാക്ക് മരുന്ന് കൊടുക്കുന്നു, ഉമ്മയെ കൊണ്ടുപോകുന്നു, ഉമ്മയോടൊത്ത് ചികിത്സക്ക് വേണ്ടി സർവ്വസ്ഥലത്തും പോകുന്നു, ഉമ്മാക്ക് പണം ചെലവഴിക്കുന്നു, ഉമ്മയുടെ സർവ്വകാര്യങ്ങൾക്ക് വേണ്ടിയും. പ്രിയപ്പെട്ട വാപ്പ, അല്ലാഹുവേ, സമയം ചെലവഴിക്കുന്ന നമ്മൾ പിറന്നു വീഴുമ്പോഴോ ഹോസ്പിറ്റലും ദഗത്തളത്ത് വന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തൊന്ന് നോക്കിയിട്ട് ഞങ്ങളെ വാരിയെടുത്ത് കവിളത്ത് മുത്തം വെച്ചിട്ട് വാപ്പ പറയുകയാണ് ഇനി എന്റെ ജീവിതം ഈ പൊന്നുമോന് വേണ്ടിയുള്ളതാ, ഇനി എന്റെ ജീവിതം ഈ പൊന്നുമോന് വേണ്ടിയുള്ളതാണ്. അല്ലാഹുവേ, എന്നിട്ട് വാപ്പച്ച് നമുക്ക് ഭക്ഷണം വാരി തന്നില്ലേ? ഭക്ഷണം വാരി തന്നില്ലേ? വാപ്പ കടയിൽ പോയി വരുമ്പോ, കാസർഗോഡ് ജോലിക്ക് പോയി വരുമ്പോ, കാഞ്ഞങ്ങാട് ജോലിക്ക് പോയി വരുമ്പോ, നീലേശ്വരത്ത് ജോലിക്ക് പോയി വരുമ്പോ വീടിന്റെ മുറ്റത്ത് നമ്മളാരും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, ഉമ്മ ചോദിക്കുന്നു മോനെ നീ ഉറങ്ങുന്നില്ലേ? വാപ്പ വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ. വാപ്പ വരാതെ ഞാൻ ഉറങ്ങുന്നില്ല, വാപ്പ വരാതെ ഞാൻ ഉറങ്ങുന്നില്ല. വാപ്പ വരുമ്പോ വാപ്പയുടെ കയ്യിലിരിക്കുന്ന ചെറിയ ഒരു മിഠായി പൊതി, അല്ലാഹുവേ
ലോകത്തെവിടെയൊക്കെ പോയി എന്തൊക്കെ സമ്മാനങ്ങൾ നൗഷാദ് കവി വാങ്ങിച്ചിട്ടുണ്ടോ, എത്ര രുചികരമായ കണ്ണൂരിന്റെയും കാസർഗോട്ടത്തെ മംഗലാപുരത്തെയും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ. എന്റെ വാപ്പ പൊതിഞ്ഞുകൊണ്ട് വന്ന കടയുടെ പലഹാരത്തിന്റെ രുചിയോളം അതിന് ഞാൻ വില കൊടുത്തിട്ടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയുമ്പോ എന്റെ അറിഞ്ഞാല് വന്ന സഹോദരങ്ങളെ, വാപ്പ കൊണ്ടുവന്ന മിഠായിയുടെ രുചി നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? വലിയ പണക്കാരനായപ്പോ, വലിയ കൊട്ടാരത്തിന്റെ അധിപനായപ്പോ, വലിയ അധികാരം കിട്ടിയപ്പോ, കാഞ്ഞങ്ങാടിന്റെ ചുറ്റുവട്ടത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പേര് പറയുന്ന ബിസിനസ്സുകാരനായി മാറിയപ്പോ നിന്റെ പ്രിയപ്പെട്ട വാപ്പായ മറന്നോ? മാതാവിന്റെയും പിതാവിന്റെയും കാൽ കീഴിലാണ് അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന സ്വർഗമെന്ന് നിങ്ങൾ മറക്കണ്ട. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർള് വതുഖത്തിഉ അർഹാമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. അല്ലാഹ് പറയുകയാണ്, ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരെ, ബന്ധത്തിന് വില കൊടുക്കാത്തവരെ, ബന്ധങ്ങളെ തകർത്തെറിയുന്നവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപമെന്ന് പരിശുദ്ധ ഖുർആൻ. ഉമ്മയുടെയും വാപ്പയുടെയും ബന്ധം മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപം എന്ന് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മളോട് പറയുന്നു, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമൽതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ വഫിസാലുഹു ഫീ ആമൈൻ. നിന്നെ ഗർഭം ചുമന്ന കാലഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. 2 വർഷം നിനക്ക് നിന്റെ ഉമ്മ മുലപ്പാല് തന്നതിനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, ആകാശത്തിന്റെ അധിപനാറ് എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോ, ഭൂമിയുടെ അധിപനാറ് എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോ, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുമ്പോ, വലിവാലിദൈ അനിഷ്കുറുലി വലിവാലിദൈ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുക. യഹ്യാ നബിയോട്, ഈസാ നബിയോട്, മൂസാ നബിയോട്, മാതാപിതാക്കളോട് സ്നേഹം കാണിച്ച എല്ലാ പ്രവാചകന്മാർക്കും ഖുർആൻ ഒരു മൊമന്റോ കൊടുക്കുന്നുണ്ട്. ഖുർആൻ ഒരു മൊമന്റോ കൊടുക്കുന്നുണ്ട്. ഇവിടെ മദ്രസയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് കൊടുത്തൊരു സ്വർണ്ണ മെഡലാണ്. അത് എത്ര ഉണ്ടാവും? എത്ര ഗ്രാം ഉണ്ടാവും? 1 പവൻ. എല്ലാം കൂടി 1 പവൻ. 1 പവന് സ്വർണത്തെ കുറേശ്ശെ ആക്കിയിട്ട് സ്വർണ്ണ മെഡലായി ഇവർ കൊടുക്കുമ്പോൾ 1 ഗ്രാം ആണെങ്കിലും അള്ളാഹുവിന്റെ മദ്രസയിൽ ഇൽമു പഠിച്ച് ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയ കുട്ടിക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് ഓട്ടവും ചാട്ടവും അതിനേക്കാളും ഏറ്റവും അധികം ഈ ഉമ്മത്തി വില കൊടുക്കേണ്ട കാര്യമാണ് എന്ന് അതിഞ്ഞാലിന്റെ ഹദിയ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ ഉമ്മത്തിന് പഠിപ്പിക്കാൻ ലൈവായി ഈ പ്രോഗ്രാം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കേണ്ട ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഇത് ഈ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ വാപ്പയുടെ പേരിൽ ഹദി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം കൊടുക്കുമ്പോ, അല്ലാഹുവേ നീ സ്വീകരിക്കണം തമ്പുരാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു ഒരു മൊമന്റ് കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കളെ ആദരവോടുകൂടി കണ്ടതിന്. 1ാമത്തെ മൊമന്റ് ഖുർആൻ പറയുന്നു, വബറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ ശഖിയ്യാ. അവരെ കുറിച്ച് തന്നെ ഖുർആൻ പറയുകയാണ്, ഉമ്മയോടും വാപ്പയോടും സ്നേഹം കാണിച്ച പ്രവാചകന്മാർക്ക് ഖുർആനിലൂടെ പേര് പറഞ്ഞിട്ട്, ഖുർആനിലൂടെ അവർക്ക് പ്രശംസാ പത്രം കൊടുത്തിട്ട്, അവാർഡ് കൊടുത്തിട്ട് അള്ളാഹു അവരെ ആദരിക്കുകയാണ്, അള്ളാഹു അവരെ ബഹുമാനിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനോഹരമായ ചരിത്രമുണ്ട്. മൂസാ നബി ഒരിക്കൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കടമ പാലിക്കേണ്ടത് ആരോടാണ്? എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടമ ഞാൻ ആരോടാണ് പാലിക്കേണ്ടത്? ഉമ്മയോടാണോ, വാപ്പയോടാണോ, ഉസ്താദിനോടാണോ, മക്കളോടാണോ, സഹോദരങ്ങളോടാണോ, കൂട്ടുകാരോടാണോ, നാട്ടുകാരോടാണോ? മൂസാ നബിയുടെ ചോദ്യം. അള്ളാഹു പറഞ്ഞു, ഏറ്റവും ആദ്യം നീ കടമ പാലിക്കേണ്ടത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 2ാമത് ചോദിച്ചു, ഏറ്റവും കൂടുതൽ 2ാമത് ഞാൻ കടമ പാലിക്കേണ്ടത് ആരോടാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയോടാണ്. 3ാമത് ആരോടാണ് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു.
അള്ളാഹു പറഞ്ഞു ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയോടാണ്. 1, 2, 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ മൂസാ നബി വിചാരിച്ചു 4ാമത് എന്തായാലും വാപ്പായെ കുറിച്ച് പറയും. മൂസാ നബി ചോദിച്ചു 4ാമത് ആരോടാണ് ഞാൻ ഏറ്റവും അധികം കടമ പാലിക്കേണ്ടത്? അള്ളാഹു പറഞ്ഞു ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയുടെ വിഷയം. 5ാമത് ചോദിച്ചു ആരോടാണ്? അള്ളാഹു പറഞ്ഞു ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയോടാണ്. 6ാമത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. 7ാമത് ഉമ്മിക്ക, നിന്റെ ഉമ്മയോടാണ്. 8ാമത് ഉമ്മക്ക, നിന്റെ ഉമ്മയോടാണ്. 9ാമത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. 10ാമതാണ് വാപ്പാടെ കാര്യം പറഞ്ഞത്. യഥാർത്ഥത്തിൽ സ്വഹീഹായ ഹദീസിൽ നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത് 3 പ്രാവശ്യം ഉമ്മയോടെന്ന്, 4ാമത്തെ പ്രാവശ്യമാണ് വാപ്പയോടെന്ന് പറഞ്ഞത്. കാരണം എന്താ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണേ, ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണേ. ഗർഭം ചുമക്കുന്നൊരു സ്ത്രീകളാണ് 1ാമത്തെ പദവി. പ്രസവിക്കുന്നൊരു സ്ത്രീകളാണ്. അല്ല, ഗർഭം ഇപ്പൊ സ്ത്രീകൾ ചുമന്നിട്ട് പ്രസവം ഇപ്പൊ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പ്രസവവും സ്ത്രീകളാണ്. 2ാമത്തെ പദവി. പാല് കൊടുക്കുന്നതും അവരാണ്. ഞാൻ ഗർഭം ചുമന്നു, ഞാൻ പ്രസവിച്ചു, ഇനി പാല് നിങ്ങൾ കൊടുത്തോളി എന്ന് പറഞ്ഞാൽ കബറുപാല് വാങ്ങി ചൂടാക്കി കൊടുക്കാനേ പറ്റൂ, ഒപ്പിക്കാത്താക്കി. അല്ലേ? ഈ 3 കാര്യം അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് ഉമ്മാക്ക് ആദ്യത്തെ 3 പദവി ഉമ്മാക്കെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ഈ ജോലി പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു? പ്രസവിക്കുന്ന ജോലി എന്തുകൊണ്ട് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു? എന്താ കാരണം അറിയാം? പെണ്ണുങ്ങൾക്ക് സഹനശക്തി കൂടുതലാണ്. ക്ഷമയല്ല, സഹനശക്തി. സഹനശക്തി കൂടുതലായതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ആ ജോലി ഏൽപ്പിച്ചത്. വേദന സഹിക്കാൻ നല്ല കഴിവാണ് അവർക്ക്. ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിരലൊന്നും മുറിഞ്ഞാൽ നമ്മൾ കൊണ്ട് നടക്കും. എന്റെ വിരൽ പോയാ രക്തം വരികയാണ്, എനിക്കിനി നിസ്കരിക്കാൻ പറ്റൂല 25 ദിവസം എന്ന് പറയും. ഇച്ചിരി മുറിഞ്ഞേ ഉണ്ടാവുള്ളൂ, കൊണ്ട് നടക്കും. നാടുകാരെ മുഴുവനും അറിയിക്കും. വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ടിട്ട് എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കുകയും ചെയ്യും. നമ്മുടെ വിരൽ അല്പം മുറിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യും. സ്ത്രീകളാണെങ്കിലോ അടുക്കള ജോലി ചെയ്യുമ്പോൾ കൈ മുറിയുന്നു, കാല് മുറിയുന്നു, കൈ തീപ്പൊള്ളലേക്കുന്നു, ആരോടും പറയില്ല, പാവം ഇങ്ങനെ കൊണ്ട് നടക്കും. ആദ്യം കുറെ മധുഹൊക്കെ പറയും, നല്ല സ്വർണ്ണം ഇവിടെ കൊടുക്കണം കേട്ടോ ഹദിയക്ക് വേണ്ടി, ലാസ്റ്റ് നിങ്ങളെ കുറിച്ച് പറയണുള്ളൂ. അപ്പോ വിരലൊക്കെ മുറിയുമ്പോൾ ആരോടും അവർ പരാതി പറയില്ല, വേദന സഹിച്ച് ക്ഷമിച്ചു കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് പ്രസവിക്കുന്ന ജോലി നിങ്ങൾ തന്നെ ചെയ്തു എന്ന് അള്ളാഹ് തീരുമാനിച്ചത്. ആണുങ്ങൾ ആരെങ്കിലും ആണ് പ്രസവിക്കുന്ന ജോലി ചെയ്തിരുന്നതെങ്കിലുണ്ടല്ലോ ഈ ലോകത്ത് മക്കൾ തന്നെ കുറയുമായിരുന്നു. ഒരെണ്ണത്തിനെയൊക്കെ പ്രസവിച്ചിട്ട് കൂട്ടുകാരൻ ചോദിക്കും, അളിയ എങ്ങനെയുണ്ട്? വലിയ പാടായിരുന്നടാ, പ്രസവത്തിന്റെ പകുതിയായപ്പോൾ തന്നെ കൊച്ചിനെ തിരിച്ചു കയറ്റാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാ, കാരണം വെളിയിൽ വന്നും പോയി. 2ാമതൊരു കുഞ്ഞിനെ ഞാൻ ഇനി ജീവിതത്തിൽ പ്രസവിക്കില്ല എന്ന് അവൻ തന്നെ തീരുമാനിക്കും, കാരണം അവനെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. സഹനശക്തി സഹോദരിമാർക്ക് കൂടുതലാണ്, പക്ഷെ ക്ഷമ കുറവാണ്. ക്ഷമ കുറവായതുകൊണ്ടാണ് കബറടക്കുന്ന ജോലിയൊക്കെ ആണുങ്ങൾ ഏറ്റെടുത്തത്. നിങ്ങൾ ആരെങ്കിലും കബറടക്കാൻ പോരുന്നെങ്കിൽ നിങ്ങൾ കബറിന്റെ അകത്തൂടെ തന്നെ വീണ് നിങ്ങൾ തന്നെ മണ്ണിട്ട് മൂടേണ്ടി വന്നേനെ, ആ ഒരു ഗതി. അതുകൊണ്ട് ആ ജോലി ആണുങ്ങൾ ചെയ്തോളാം, പ്രസവിക്കുന്ന ജോലിയൊക്കെ നിങ്ങൾ ചെയ്തോളാനുള്ള ഏൽപ്പിച്ചു. അപ്പൊ ഇതുകൊണ്ടാണ് 3 പദവി നിങ്ങൾക്ക് അല്ലാഹു കൂട്ടിയത് എന്ന് നബി തങ്ങൾ പറയുന്നു. പക്ഷെ മൂസാ നബിയോട് അല്ലാഹു 9 പ്രാവശ്യം ഉമ്മയെ കുറിച്ച് പറഞ്ഞത് എന്തിനാ? എന്താ കാരണം എന്ന് ആർക്കെങ്കിലും അറിയും? മൂസാ നബിയോട് 9 പ്രാവശ്യം നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ. 1ാമത് നീ കടമ പാലിക്കേണ്ടത്, 2ാമത്തെ കടമ, 3ാമത്തെ കടമ, 4ാമത്തെ കടമ, ഇതൊക്കെ പാലിക്കേണ്ടത് ഉമ്മ ഉമ്മ എന്ന് പറയാനുള്ള കാരണം എന്താ? മൂസാ നബിയോട് മാത്രം അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം എന്താ? ഒരു നാളിൽ മൂസ ജനിച്ചു, ഉമ്മ ജനിച്ചു, ഖേദം ഭവിച്ചു, ഒരു പെട്ടിയിലാക്കി മോനെ നൈലിലൊഴുക്കുന്നേ. ഒരു നാളിൽ മൂസ ജനിച്ചു, ഉമ്മ തനിച്ചു, ഖേദം ഭവിച്ചു, ഒരു പെട്ടിയിലാക്കി മോനെ നൈലിലൊഴുക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. പെട്ടി തുറന്നൊരു നേരം വട്ടമുഖത്തൊളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച ഉടനെ മൂസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മ പെട്ടി
പട്ടികക്കകത്തടച്ചിട്ട് ആ മൂസാ നബിയെ നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടില്ലേ? ആ ഉമ്മയുടെ മനസ്സിന്റെ സങ്കടം എത്രയാ, ആ ഉമ്മയുടെ മനസ്സിന്റെ നൊമ്പരം എത്രയാ. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ മൂസാ നബിയേ, നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ 9 പ്രാവശ്യം, ആദ്യത്തെ 9 പ്രാവശ്യം ആ ഉമ്മയോടുള്ള കടമ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. എന്നിട്ടാ പടച്ചവൻ പറയുന്നു, നബിയേ, മൻ ബർറ വാലിദൈഹി, ആരെങ്കിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, ആരെങ്കിലും ഉമ്മയെ സ്നേഹിച്ചാൽ, ആരെങ്കിലും വാപ്പയെ സ്നേഹിച്ചാൽ, മാതാപിതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു മകൻ ജീവിച്ചാൽ, കുന്ദലഹു വലിയം ഫിദ്ദുനിയാ, അവന്റെ ദുനിയാവിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ. പോരെ, അതുമാത്രം പോരെ നമുക്ക്? ആരെങ്കിലും ഉമ്മയെയും വാപ്പയെയും സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു പോയാൽ അവന്റെ ദുനിയാവിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ. അവന്റെ സർവകാര്യങ്ങൾ ഞാൻ പരിഹരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ. എന്റെ കാഞ്ഞങ്ങാട് അരിഞ്ഞാല് വന്ന പ്രിയപ്പെട്ടവരെ, ഉമ്മയെ സ്നേഹിച്ചത് കൊണ്ട് ആരും പരാജയപ്പെടൂല എന്ന് അല്ലാഹു പറയുന്നത്. വാപ്പയെ സ്നേഹിച്ചത് കൊണ്ട് ആരും തോറ്റുപോവില്ല എന്ന് പറയുന്നത് അല്ലാഹുവാണ്. വഫിൽ ഖബരി മുഅ്നിസാ, ആരോരുമില്ലാതെ കുറ്റാങ്കുറ്റിരുട്ടാകുന്ന ഖബറിന്റെ അകത്തളത്തില് ഒരു മകനെ കൊണ്ട് വന്നടക്കിയാൽ, ഒരു മകളെ കൊണ്ട് വന്നടക്കിയാൽ, അവര് മാതാപിതാക്കളെ സ്നേഹിച്ച മക്കളാണെങ്കിൽ അവരുടെ ഖബറിന്റെ അകത്ത് ഞാൻ ആശ്വാസം കൊടുക്കുമെന്നല്ലാഹ്. വഫിൽ ഹശ്രി റഹീമാ, വഫിൽ ഹശ്രി റഹീമാ, അല്ലാഹുവിന്റെ പരലോകത്ത് അവരോട് ഞാൻ കാരുണ്യം കാണിക്കുമെന്നല്ലാഹ്. ഉമ്മയെ സ്നേഹിച്ചോ കാഞ്ഞങ്ങാടുകാരാ, വാപ്പയെ സ്നേഹിച്ചോ അരിഞ്ഞാലുകാരാ, അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വഫിൽ ഹശ്രി റഹീമാ, നാളെ പരലോകത്ത് നിങ്ങളോട് അല്ലാഹു കാരുണ്യം കാണിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. വഅല സിറാത്തി ദലീലാ, സിറാത്ത് പാലമുണ്ടല്ലോ അല്ലാഹുവേ, താഴ്ഭാഗത്ത് ആളിക്കത്തുന്ന നരകമാണ്. താഴെ വന്ന് വീണുപോയാൽ ആ നരകത്തിന്റെ അകത്ത് കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി പോകുമല്ലോ. ആ സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിന്നെ കൈപിടിച്ചുയർത്തുമെന്ന് അല്ലാഹ്. നീ ഉമ്മയെ സ്നേഹിച്ചാൽ, വാപ്പയെ സ്നേഹിച്ചാൽ, അവർക്ക് വേണ്ടി ജീവിച്ചാൽ, അവർക്ക് വേണ്ടി പണമുണ്ടാക്കിയാൽ, അവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുത്താൽ, അവർക്ക് വേണ്ടി വാദിച്ചാൽ, അവരെ ഖൽബിന്റെ ഉള്ളറയിൽ കൊണ്ടു നടന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന വിശാലമായിട്ട് ഖബറിലും മഹ്ശറിലും സിറാത്ത് പാലത്തിലുമല്ല നിങ്ങൾ കുഞ്ഞരമാരെ പദവി തരുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നി ലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹി മിൻ ബിർരിൽ വാലിദാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിനോട് അടുക്കാൻ കഴിയുന്ന ഒരു പുണ്യ പ്രവർത്തനത്തെ കുറിച്ച് എനിക്കറിയില്ലെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉമ്മയോടും വാപ്പയോടും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തെക്കാൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു അമലിനെ കുറിച്ച് എനിക്കറിയില്ല, എനിക്ക് നബി തങ്ങൾ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സ്വതക്ക അവക്കറ്റ് കൊണ്ടുവന്നു ഉമ്മാക്കുപ്പാക്കും വേണ്ടിയായിരിക്കട്ടെ. ഈ വിശാലമായ സദസ്സിന്റെ ദുആ സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് പറയാനില്ലേ? ഒരുപാട് ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയാനില്ലേ? ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറണമെന്ന് കൊതിയില്ലേ? മാണിക്കോത്ത ഖത്തീബിനോട് പറഞ്ഞു, ഒരു പ്രിയപ്പെട്ട ഖദീജ എന്ന സഹോദരിക്ക് ദുആരക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദുആരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്ന സ്നേഹസാഗരം എന്ന കാരുണ്യാലയം, രോഗികൾക്ക് വേണ്ടി, വൃദ്ധസദനം പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, അവിടെ കഴിഞ്ഞ 11-ാം തീയതി മജ്‌ലിസുൻ നൂറും ദുആയും നടക്കുമ്പോ 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഉമ്മ കൊണ്ടുവന്നു. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ നോക്കിയാൽ രണ്ടാമത് നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. തൊലിയെല്ലാം ഇളകിപ്പൊക്കൊണ്ടിരിക്കുന്നു, തലയും അതുപോലെ തന്നെ മുഖവും ഒക്കെ തൊലി ഇങ്ങനെ ചുരുണ്ട് ഇളകി പോവാൻ. ആ പ്രിയപ്പെട്ട കുഞ്ഞ് വേദന കൊണ്ട് പൊട്ടിക്കരയാൻ, നീറ്റലായിരിക്കും ചിലപ്പോ. ആ പ്രിയപ്പെട്ട ഉമ്മ പറയണു, ഉസ്താദേ, ഈ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾക്കൊരു മാർഗം കിട്ടണില്ല.
എങ്ങനെയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാ മാസവും ഇവിടെ മജ്‌ലിസ് നൂറിന് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുവരാം, ഉസ്താദ് കണ്ണീരോടെ ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഇതുപോലെ എത്രയോ ആവശ്യങ്ങൾ. ഇന്നത്തെ ദുആ നമുക്ക് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിനോട് അടുക്കാൻ ഏറ്റവും നല്ലത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെങ്കിൽ ഇന്നൊരു നല്ല സ്വതക്ക എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കണം, ഇതെന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയാണ്. അവര് മരിക്കട്ടെ, അവര് ജീവിച്ചിരിക്കട്ടെ, അവര് നമ്മളോട് പിണങ്ങട്ടെ, അവര് നമ്മളിൽ നിന്ന് അകന്നു കഴിയട്ടെ, നമ്മളെ ശകാരിച്ച് ചീത്ത വിളിച്ച് വീട്ടിൽ നിന്ന് ആട്ടിയിറക്കട്ടെ, എങ്ങനെയോ ആവട്ടെ, നാളെ പരലോകത്ത് മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്നെ അള്ളാഹു പിടിച്ചു നിർത്താൻ പാടില്ല. അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് ഒരു സ്വതക്ക കയ്യിലെടുത്ത് വെക്കണം. ഹദിയയുടെ പ്രവർത്തകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇവർക്ക് അതിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ജീവിക്കാനല്ല. ABM അഷ്റഫ് സാഹിബിന് നിങ്ങൾ ഈ ബക്കറ്റിലിട്ട് കൊടുക്കുന്ന 1000 രൂപ എടുത്തിട്ട് വേണ്ട തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇവിടുത്തെ ഒരു സംഘാടകർക്കും അതിന്റെ ആവശ്യമില്ല. അവരെന്നോട് പറഞ്ഞ എന്റെ മനസ്സലിഞ്ഞു പോയൊരു വാർത്ത എന്തെന്നറിയോ? അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകൻ എന്നോട് അഷ്റഫ് സാഹിബിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മൈക്കിനും അതുപോലെ സ്റ്റേജിനും പന്തലിനും ഒക്കെ ഓരോരുത്തരെ ഓഫർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുക. ഹദിയയുടെ കാശ് അതിനൊന്നും ഞങ്ങൾ എടുക്കലില്ല. ഞങ്ങൾക്ക് ഹദിയക്ക് വേണ്ടി ജനങ്ങൾ തരുന്ന ഹദിയ, അത് ഹദിയക്ക് തന്നെ ഞങ്ങൾ പ്രവർത്തിപ്പിക്കും. അല്ലാതെ ഞങ്ങളിപ്പോ 10-11 പേര് ഞങ്ങളുടെ ഓഫീസിന്റെ റെന്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ കാശാണ്. എവിടെയെങ്കിലും അത്യാവശ്യം വണ്ടിയിൽ ഇതുമായി ചർച്ചയ്ക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് പോവുക. ഈ സംഘടനയുടെ കാശെടുത്തിട്ട് ഞങ്ങൾ ഒരിക്കലും സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പോലും ഉപയോഗിക്കലില്ല. വിദ്യാഭ്യാസത്തിനാണ് തന്നതെങ്കിൽ അതിനു വേണ്ടി തന്നെ, ചികിത്സയ്ക്ക് വേണ്ടിയാണ് തന്നതെങ്കിൽ അതിനു വേണ്ടി തന്നെ, അതുപോലെ തന്നെ വീണ്ടും തിരിച്ച് കൂട്ടി വെച്ചാ കറക്റ്റായിട്ടിരിക്കുകയാണ്. നിങ്ങൾ കൈയും കാലം മര്യാദയ്ക്ക് വെച്ചിരുന്ന എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുമ്പോൾ അവിടെ നിന്ന് തന്നെ വേറെ വാക്ക് ഇങ്ങോട്ട് പറഞ്ഞ പോലെ തോന്നും. അതുകൊണ്ട് പ്ലീസ്. അപ്പോ വീട് വെച്ചു കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ലോലെ ഇരുന്നതിനെ പിടിച്ച് തിരിച്ചില്ലാതെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിലേ വരുന്നു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് കറക്റ്റായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു, വളരെ ഭംഗിയായിരുന്നു, എല്ലാം ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മൈക്കും എല്ലാ സംവിധാനവും. ഇത്രയും നല്ല മൈക്കിലെ അടുത്തൊന്നും പ്രസംഗിച്ചിട്ടുമില്ല. പക്ഷെ അത് നിങ്ങൾ തിരിച്ചതിനെ ഇല്ലാതാക്കരുത്. അപ്പോ വീടിന് വേണ്ടിയാണെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലും വിജ്ഞാനത്തിന് വേണ്ടിയാണെങ്കിലും ഏതിനാണോ നിങ്ങൾ കാശ് തരുന്നത് അതിനു വേണ്ടിയിട്ട് അവരത് വിനിയോഗിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാ, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി. മരിച്ചെങ്കിൽ അവരുടെ ഖബറിലേക്ക്, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആഫിയത്തിന്, അവരുടെ രോഗശാന്തിക്ക്, അവരുടെ സന്തോഷത്തിന്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. കറക്റ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് തനിയെ പൊങ്ങി വരോ? ബക്കറ്റ് സ്വന്തമായിട്ട് പൊങ്ങിയവരെയും പറയണല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ അർഹമർ റഹീമായ കരുണക്കടലായ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സ്വതക്ക നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ പടച്ചവനെ. പാരാവാരം പോലെ അരിഞ്ഞാലും ഹദിയുടെ സരസിനെ അത്ഭുതപ്പെടുത്തിയിട്ട് തടിച്ചുകൂടിയ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സംഭാവന അവിടെ ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി സ്വീകരിക്കണേ അല്ലാഹു. എല്ലാവരും ആമീൻ പറയ്. ഇതെന്തോന്നറിയ, ഇത് കറക്റ്റ് ചെയ്ത് വെക്കുക. നേരത്തെ ഇരുന്ന പോലെ കൈയും കാലം പറഞ്ഞിരിക്കൂല. അല്ലാഹുവേ പടച്ചവനെ, അവരുടെ കയ്യിലിരിക്കുന്ന സ്വതക്കൈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ പടച്ചവനെ അവരുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നീ സ്വീകരിക്കണം തമ്പുരാനെ. അവിടേക്ക് നീ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹുവേ. വേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ പൊരുത്തക്കേട് കൊടുക്കരുത് അല്ലാ. വാപ്പാടെ പൊരുത്തക്കേട് കൊടുക്കരുത് അല്ലാ. കരുണക്കടലായ നാദാ, മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സഹോദരങ്ങളെ സഹോദരിമാരെ സുറക്കയിടുമ്പോ ആ സുറക്ക കൊണ്ട് ഏറ്റവും വലിയ നേട്ടം നീ അവിടെ മാതാപിതാക്കളോടൊപ്പം ഇവർക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ചെയ്തു കൊടുക്കുക, വേഗമാവട്ടെ. എത്ര ബക്കറ്റ് ഉണ്ട് ഇവിടെ? ബക്കറ്റ് ഉണ്ടോ? എവിടെ? ഒരെണ്ണേ ഉള്ളൂ. ബക്കറ്റ് ഉണ്ടോ? വേഗം കൊണ്ടോ. എനിക്ക് വാത് പറയണം. നിങ്ങൾ ഈ ബക്കറ്റ് ദിവസം നടത്തിക്കൊണ്ടിരുന്ന പിരിവ് മാത്രം പറ്റൂല, വാത് കിടക്കണം. ചെറിയ കുട്ടികളെ കൊടുക്കരുത് ബക്കറ്റ്. ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്ന ബക്കറ്റിൽ ഒരു 10 വയസ്സ് പോലും ഒരു മനുഷ്യനിടരുത്. ഞാൻ കണ്ടില്ല ഇവിടെ ഇത്രയും. അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അതൊന്നും പിരിവിന് സമയമില്ല, വാഗ്ദാനങ്ങൾ പറയാനൊന്നും സമയമില്ല. ഞാൻ ഒരുപാട് പിരിക്കുകയില്ല, അതിനുവേണ്ടിയാണെങ്കിൽ വിളിക്കുകയും വേണ്ട. അതിൽ കുറച്ച് ഹദിയ ചെയ്താൽ മതി. ഞാനിപ്പോൾ പറയുന്നത്, ഈ പറയുന്ന കാര്യം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ മതി. അനൗൺസ്മെന്റ് ഒക്കെ പിന്നീട്. ഈ ബക്കറ്റ് കൊടുത്തയക്കുന്നത് കൃത്യമായി ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ ഭാഗത്ത് ഇപ്പോൾ എത്തണം, വളരെ പെട്ടെന്ന്. ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഈ ഭാഗത്ത് വാതു പറയാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വാതു പറയണം. പൈസ പിരിവിന് വേണ്ടി സമയം ചെലവഴിക്കാനൊന്നും ഇല്ല. അത് കുറച്ച് ഇടയ്ക്ക് ചോദിക്കും, താല്പര്യമുള്ളവർ പറയും, എന്നിട്ട് അത്ര നിർത്തും. അപ്പോൾ അങ്ങനെ ചെയ്താൽ പറ്റൂല മോനെ. ഇതിനകത്ത് കയറിയിട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ബക്കറ്റ് കളക്ഷനിൽ സാധാരണ 3-4 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് കേട്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. ആ സ്വർഗ്ഗത്തിന്റെ സുഖങ്ങളെ സംബന്ധിച്ച്, സ്വർഗ്ഗത്തിന്റെ കൊട്ടാരത്തെ സംബന്ധിച്ച്, സ്വർഗ്ഗത്തിന്റെ അരുവിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. എത്ര ഭംഗിയാണ് നബി തങ്ങൾ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ. അഞ്ഞങ്ങാടുകാരെ, ഒരു ദിവസം സ്വർഗം എന്ന വിഷയം മാത്രം അങ്ങോട്ട് പ്രസംഗിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മധുര മനോഹരമായി അത് കേട്ടുകൊണ്ട് കൽബ് നിറഞ്ഞു പോകും നമ്മുടെ മനസ്സിൽ. അത്രത്തോളം ആയിരക്കണക്കിന് ഹദീസുകളാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാലോ, നേരിട്ട് റസൂലുള്ള സ്വർഗത്തെ കുറിച്ച് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്താലോ, നേരിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുത്താലോ, എന്ത് രസമായിരിക്കും അതെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങൾ പറയുന്നു, വസമിഅതു ഫീഹാ ഖിറാഅത്തൻ, ആ സ്വർഗ്ഗത്തിന്റെ അകത്ത് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു ഖിറാഅത്ത് കേട്ടു. സ്വർഗ്ഗത്തിന്റെ അകത്ത് ഞാൻ കടന്നു വന്ന